സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 25 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങൾ. കിടിലം കൊള്ളിക്കുന്ന സംഭവങ്ങൾ കൊണ്ടോ ദുഷ്ടരുടെ നാശം കണ്ടോ നീ ഭയപ്പെടരുത്. കർത്താവ് നിന്റെ ആശ്രയമായിരിക്കും. നിന്റെ കാൽ കുടുക്കിൽപ്പെടാതെ അവിടുന്ന് കാത്തുകൊള്ളും. നിനക്കു ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത്. അയൽക്കാരൻ ചോദിക്കുന്ന വസ്തു നിന്റെ കൈവശമുണ്ടായിരിക്കെ പോയി വീണ്ടും വരിക, നാളെ തരാം എന്ന് പറയരുത്. നിന്നെ വിശ്വസിച്ചു പാർക്കുന്ന അയൽക്കാരനെ ദ്രോഹിക്കാൻ ആലോചിക്കരുത്. ഓർമ്മിക്കുക, ഈശോയുടെ വാക്കുകളും പ്രവൃത്തികളും ജീവിതം മുഴുവനും ലോകപാപങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക് സാന്ത്വനവും പരിഹാരവുമായതുപോലെ നമുക്ക് ചുറ്റുമുള്ള ലോകത്തിന്റെ ഉണങ്ങാത്ത മുറിവുകൾ വച്ചുകെട്ടുവാനും ആവശ്യങ്ങൾക്ക് മറുപടിയാകാനും ദൈവസ്നേഹത്തിൽ നിന്നും നിർഗളിക്കുന്ന ഒരു സഹോദര മനസ്സ് സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എങ്ങനെ പരസ്പരം താങ്ങും തണലുമാകുന്നുവോ അപ്രകാരം നമ്മുടെ ജീവിതത്തിലും ഒരാൾ മറ്റൊരാൾക്ക് സ്വന്തവും ബന്ധവുമാകുന്ന അവസ്ഥ സംജാതമാകുമ്പോഴാണ് നാം പ്രകാശത്തിൽ ജീവിക്കുന്നത് എന്ന് പറയാനാകുക. ഈശോയുടെ സ്നേഹത്തിന്റെ, കരുണയുടെ, കരുതലിന്റെ, സ്വാന്തനത്തിന്റെ പ്രകാരം നമ്മുടെ അന്തരാത്മാവിന്റെ വെളിച്ചമായി മാറുവാനും അന്ധകാരത്തെ അകറ്റുന്ന സത്യപ്രകാശമായ ഈശോയെ ലോകത്തിന്റെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നൽകുവാനും നമുക്ക് ആഗ്രഹിക്കാം. സഹോദര തുല്യമായ സ്നേഹത്തിൽ നിന്നുളവാകുന്ന ഐക്യവും സമാധാനവും നമ്മുടെ ഹൃദയങ്ങളിൽ നിലനിൽക്കുവാനും വിശുദ്ധിയിലേക്കുള്ള ചുവടുകൾ ഒത്തൊരുമിച്ച് കയറുവാനും ഇടയാകേണ്ടതിന് ഈ നോമ്പുകാലം ഉപകാരപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.